സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ കൊടുങ്ങല്ലൂർ, അങ്കമാലി, പെരുമ്പാവൂർ. ആദ്യമായി തന്നെ നമുക്ക് കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം. ഇവിടെ LDF സ്ഥാനാർത്ഥി VR സുനിൽ, UDF സ്ഥാനാർത്ഥി OJ ജനീഷ്, NDA സ്ഥാനാർത്ഥി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് VR സുനിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി LDFന് വേണ്ടി നേടിക്കൊടുത്ത മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ എങ്ങനെ ഓരോ മുന്നണികളെയും കൊടുങ്ങല്ലൂരിലെ സമ്മതിദായകർ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാഠവും, ഈ 4 ഘടകങ്ങളിലും LDFനാണ് 1ാം സ്ഥാനം, UDF 2ാം സ്ഥാനത്തും. എന്നാൽ സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാം സ്ഥാനത്തും LDF 2ാം സ്ഥാനത്തുമാണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമുക്കായി വിശകലനം ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം ആര് കൊടുങ്ങല്ലൂർ നേടും. വ്യക്തമായ ഒരു LDF മുന്നേറ്റമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഏകദേശം 43% വോട്ട് വിഹിതവും, UDF സ്ഥാനാർത്ഥിക്ക് 34% വോട്ട് വിഹിതവും, NDA സ്ഥാനാർത്ഥിക്ക് 23.5% വോട്ട് വിഹിതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് അങ്കമാലി നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി സാജു പോൾ, UDF സ്ഥാനാർത്ഥി റോജി M ജോൺ, NDA സ്ഥാനാർത്ഥി പ്രോമി കുര്യാക്കോസ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റോജി M ജോൺ UDF സ്ഥാനാർത്ഥി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് അങ്കമാലി. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ മുന്നണികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും അങ്കമാലിയിലെ സമ്മതിദായകർ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. 5 ഘടകങ്ങളിലും UDF ആണ് 1ാം സ്ഥാനത്ത്, LDF 2ാമതും. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സമഗ്രമായി അപഗ്രഥിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമുക്ക് വേണ്ടി പ്രവചിക്കുകയാണ്. നമുക്ക് നോക്കാം ആര് അങ്കമാലി നിയമസഭാ മണ്ഡലം 2026 നേടും. ഇവിടെ വ്യക്തമായ ഒരു UDF മുന്നേറ്റം. റോജി M ജോൺ ഏകദേശം 53% വോട്ട് വീതം നേടി ജയിക്കുമെന്നാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് 40% വോട്ട് വീതവും, NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 7% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി ബേസിൽ പോൾ, UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ, NDA സ്ഥാനാർത്ഥി ജിബി പാത്തിക്കൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ എൽദോസ് കുന്നപ്പള്ളി 36.96% വോട്ട് വീതം നേടി വിജയിച്ച മണ്ഡലമാണ് പെരുമ്പാവൂർ. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഓരോ മുന്നണികളെയും പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് LDFനാണ് 1ാം സ്ഥാനം, UDF 2ാമതും. യുവജന പിന്തുണയിൽ UDF ആണ് 1ാമത്, LDF 2ാമതും. വോട്ടർമാരിലെ വിശ്വാസ്യതയിൽ LDF ആണ് 1ാമത്, UDF 2ാമതും. നേതൃപാഠവും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ ഘടകങ്ങളിൽ UDF ആണ് 1ാമത്, LDF 2ാമതും. പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലം സെമിയോട്ടിക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കായി വിശകലനം ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം പെരുമ്പാവൂർ ആരോടൊപ്പം. സെമിയോട്ടിക്ക വ്യക്തമായ ഒരു UDF മുന്നേറ്റമാണ് ഇവിടെ പ്രവചിക്കുന്നത്. ഏകദേശം 47.33% വോട്ട് വീതം. LDF സ്ഥാനാർത്ഥിക്ക് ഏകദേശം 36% വോട്ട് വീതവും, NDA സ്ഥാനാർത്ഥിക്ക് 17% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇതുവരെ സെമിയോട്ടിക്ക നമുക്കായി പ്രവചിച്ചിരിക്കുന്നത് 106 നിയമസഭാ മണ്ഡലങ്ങളാണ്. കാസർഗോഡ് ഒരു UDF മേൽക്കൈയുണ്ട്, കണ്ണൂർ LDFന് മേൽക്കൈയാണ്, കോഴിക്കോട് വീണ്ടും UDFനാണ്. കാസർഗോഡ് ഒരു സീറ്റ് NDA നേടുവാൻ സാധ്യതയുണ്ടെന്ന് സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. വയനാട് അവിടെയും UDFനാണ് അനുകൂലം. മലപ്പുറം വീണ്ടും UDFനൊപ്പം. പാലക്കാട് 6 നിയമസഭാ മണ്ഡലങ്ങൾ അപഗ്രഥിച്ചു കഴിഞ്ഞപ്പോൾ LDFന് വ്യക്തമായ മുന്നേറ്റം. NDAക്ക് അവിടെ ഒരു സീറ്റ് കിട്ടുവാൻ സാധ്യതയുണ്ട്. തൃശ്ശൂർ 9 നിയമസഭാ മണ്ഡലങ്ങൾ വിശകലനം ചെയ്തപ്പോൾ LDFനാണ് മുന്നേറ്റം. എറണാകുളത്ത് 11 നിയമസഭാ മണ്ഡലങ്ങൾ വിശകലനം ചെയ്തപ്പോൾ വ്യക്തമായ UDF മുൻതൂക്കം. ഇടുക്കിയിൽ ഏകദേശം സമാസമമാണ് LDFും UDFും. കോട്ടയത്ത് 3 നിയമസഭാ മണ്ഡലങ്ങൾ
വിശകലനം ചെയ്തപ്പോൾ അവിടെ UDF-നാണ് ഒരു മേൽക്കൈ, ആലപ്പുഴയിൽ LDF-നാണ് ഒരു മേൽക്കൈ സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. വീണ്ടും കൊല്ലത്തും LDF ഒരു സ്റ്റെപ്പ് മുമ്പിലാണ്, ഏകദേശം 5 മുതൽ 6 സീറ്റ് അവിടെ നേടുമെന്നാണ് സെമിയോട്ടിക്ക പ്രവചിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വ്യക്തമായിട്ടുള്ള LDF മുന്നേറ്റമാണ്. NDAക്ക് ഇവിടെ 2 മുതൽ 3 സീറ്റ് ലയിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. മൊത്തം 106 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 52 മുതൽ 68 മണ്ഡലങ്ങൾ UDF-നൊപ്പം, 41 മുതൽ 56 മണ്ഡലങ്ങൾ LDF-നൊപ്പം, NDAക്ക് 2 മുതൽ 5 മണ്ഡലങ്ങൾ. മറ്റൊരു മണ്ഡലവുമായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും. Until then, we are signing off.